ആ അതാ പറഞ്ഞ ഒരു ഇടങ്ങടി കാര്യം കൂടെ കൂടുതലുണ്ടോ? വെറുതെ കിട്ടിയ വിറക് വരെ നിരുന്ന കൂട്ടര. അതെന്നെ ചപ്പ ഈ കരക്കാരി ഒന്നും വിളിയൊന്നും ഇല്ലേ? എന്നിട്ട് വേണം എന്റെ കൊച്ചിന്റെ ഒത്തുകല്യാണം നാറാൻ. ഞാൻ ആദ്യം റബ്ബർ തൈ ആയിട്ട് വരുമ്പോ റബ്ബർ പാല് കുടിച്ചാ വിശപ്പ് മാറുമെന്ന് ചോദിച്ചാൽ നാറുകളായി നാട്ടിലുള്ളത്. നീ കൂടെ അങ്ങോട്ട് വന്നിരിക്കും. കല്യാണം ഒന്നും ആയിക്കോട്ടെ, കരക്കാരെ കിരക്കാരെയൊക്കെ കൂട്ടിയിരുത്തി വിളമ്പി ഞാനങ്ങ് തീറ്റിച്ചോളാം. ബ്രാൻഡ് രാവിലെ എത്തും. പിന്നെ കള്ളപ്പ് ഒരു 10 കൂട്ടി വെക്കാം. ഒരു 10 കൂട്ടിയിരിക്കും. പിന്നെ ഈ അപ്പം ചുടുമ്പോഴേ ഈ പുഴുക്കരിയും കൂടെ ചേർത്തരയ്ക്കുവാണെങ്കിൽ ഈ അപ്പത്തിന്റെ മുകളിൽ ഒരു കൊമള വരും. അങ്ങനെ ഈ അപ്പം മുരുവരാന്നിരിക്കും, നല്ല പശുപശാന്നിരിക്കുന്ന അപ്പം. എങ്ങനെയല്ല? ആ ചായ ഒന്ന് എന്നാ ചായ കുടിക്ക. എവിടെ വന്നടി? അതിന്റെ മുകളിലോട്ട് നല്ല കൊഴുത്ത പോത്തിന്റെ ചാറ് അങ്ങനെ പെരണ്ട് കിടക്കണം. അങ്ങനെ നല്ല പെരണ്ട് നല്ല. നീ ആരോടെ ഈ ഫോണിനകത്ത് സംസാരിച്ചിട്ടില്ല? ആരെ? ഏത് കൂട്ടുകാരൻ? ഒന്നിട്ട് പോയിക്കില്ല, ആൾക്കാർ വന്നിരിക്കുകയാണ് പണ്ട്. ആ പിന്നെ ലൂക്കോച്ചാ, നീ ഉണ്ടാക്കി വെച്ചേക്കണേ മീൻകറി ഇടയ്ക്കൊന്ന് പൊക്കി നോക്കിയേക്കണേ. അതിന്റെ എരിവും പുളിയും മണവും ഒക്കെ അത് തുറക്കുമ്പോ അറിയാം. ചക്ക ഇട്ട് അങ്ങനെ ഉണ്ടാക്കണ്ട. പുളിശ്ശേരി ഉണ്ടാക്കുമ്പോ നല്ല ചേമ്പിന്റെ വിത്തിട്ടങ്ങ് ഉണ്ടാക്കണം. എന്നിട്ട് ആ പുളിശ്ശേരിക്ക് എന്നാ ചേമ്പ് വിത്തെടുത്തിട്ട് ഈമ്പിയെ കൂടെ കുടിക്കണം. പിന്നെ അച്ചാറുണ്ടാക്കുമ്പോ പച്ചക്കുരുവോളം ഉണ്ടാക്കി വെച്ചാൽ മതി. ആ എന്നാന്ന് വെച്ചാൽ കൂട്ടുന്നവരുടെ തലേന്ന് പേൻ മറന്നു പോകണം. ഇനി പോത്ത് ഒലർത്തിയത് അവനാണ് നമ്മുടെ കഥന. അതുണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതായത് നല്ല തേങ്ങാക്കൊത്ത് ഇങ്ങനെ വളഞ്ഞ് നല്ല അമ്പിളിമാമനെ പോലെ ഇരിക്കും. പിന്നെ അതിനകത്ത് ഇറച്ചിയിൽ നെയ്യ്, ഈ നെയ്ക്കഷ്ടം അങ്ങനെ ചക്കരപ്പാനി പോലെ ഓരോ കഷത്തിലും മെഴുകി ഇങ്ങനെ ഇരിക്കണം. മനസ്സിലായ? ഹലോ, ഒച്ചപ്പാട് കേൾക്കുന്നേ അനൗൺസ്മെന്റ് ആണല്ലോ. പിള്ളേരെ മക്കളെ ഇനി പോത്ത് കിട്ടിയല്ലേ? അതന്നെ വർത്തമാനം പറയുന്നേ. പോത്തിറച്ചിയില്ലാതെ അതിന് ഊടം തന്നെയാണോ പറയുന്നത്?